എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് റീസെന്റ് സ്പൈഡർമാൻ നോ വേ ഹോമിനകത്തുള്ള വില്ലന്മാരുടെ ഒരു എക്സ്റ്റെൻഡഡ് ലുക്കും ഡിസ്കഷനും കാര്യങ്ങളെല്ലാം ഈ ഇടയ്ക്ക് CCXPക്കകത്ത് അവരുടെ ഒരു ഇവന്റ് സംഭവിച്ചപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് അവർക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഫുൾ ഫ്ലെജ് റിയാക്ഷനും എക്സ്പ്ലനേഷനും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. Okay, Tom Holland വെച്ചാണ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. Recognize me as your friendly neighborhood Spider-Man, and I am here to tell you that Spidey's back for an all-new adventure in Spider-Man. ഇതിനകത്ത് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. A lot, but I mean it when I say that you're going to see things in this movie that you've never ever seen before. Yes, കാരണം നമുക്കറിയാം, കാരണം ഇതായിരുന്നു ആദ്യത്തെ ഒരു മൾട്ടിവേഴ്സ് എന്നുള്ള രീതിയിലുള്ള ഒരു മാർവൽ ഫിലിം നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് സ്പൈഡർമാൻ നോ വേ ഹോം തന്നെ നമുക്ക് പറയാൻ സാധിക്കും. I'm talking about pumpkin bombs, sandstorm, the multiverse, which you might have seen them before, but Loki series അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു and not together. Also, Peter Parker is fine. വലിയൊരു ഹിന്റ് ടോം ഹോളണ്ട് തന്നെ തന്നിട്ടുണ്ട്, നോട്ട് ലൈക്ക് ദിസ് ആൻഡ് നോട്ട് ടുഗെദർ എന്നുള്ളൊരു കാര്യം. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് പുള്ളിക്കാരൻ റെഫർ ചെയ്യുന്നത് എന്നുള്ളത് തന്നെ. Heading off to college and the word is out. So currently Peter Parker ആണ് സ്പൈഡർമാൻ എന്നുള്ള ഒരു ഐഡന്റിറ്റി എല്ലാവർക്കും അറിയാം. Fan theories out the window. They're probably not true. Fan theories ഒന്നും ശരിയാവില്ലെന്നാണ് ടോം ഹോളണ്ട് പറയുന്നത്. Or are they? Or maybe അത് ശരിയാകാനും സാധ്യത കൂടുതൽ തന്നെയാണ്. മോസ്റ്റ്ലി ശരിയാണ്, കാരണം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ടോബി ആൻഡ്രൂ ഫിലിമിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം. അതിപ്പോ ഞാൻ തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അത് ഓൾമോസ്റ്റ് തന്നെ കൺഫേം തന്നെയായിരുന്നു അവർ ഈ ഒരു പടത്തിനകത്ത് ഉണ്ടെന്ന് തന്നെ. സോ ബേസിക്കലി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ടോം ഹോളണ്ടിന്റെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവർ തന്നെയുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ജെയ്മി ഫോക്സിന്റെ ഇലക്ട്രോയുടെ ക്യാരക്ടറിനെ നമ്മൾ അമേസിംഗ് സ്പൈഡർമാൻ 2 കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇലക്ട്രോയ്ക്ക് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു റാസ്ബെറി ബ്ലൂ ആയിരുന്നു പുള്ളിക്കാരന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കളർ. പക്ഷെ കോമിക്സിലേക്ക് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇലക്ട്രോ സത്യം യെല്ലോയിലാണുള്ളത്. ആൻഡ് ആ ഒരു സെയിം അപ്രോച്ച് തന്നെയാണ് നോ വേ ഹോമിനകത്ത് അവർ ആക്ച്വലി കൊടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ മൊത്തത്തോളം റീഡിസൈൻ ആയിരുന്നു നോ വേ ഹോമിനകത്ത് ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ച് തന്നെയാണ് ജെയ്മി ഫോക്സ് ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ ഓരോരുത്തരും ഗ്രീൻ ഗോബ്ലിൻ എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ ഓടിയെത്തുന്നത് ഒബ്വിയസ്ലി നമ്മുടെ ക്ലാസിക് ഗ്രീൻ ഗോബ്ലിൻ ആയിട്ടുള്ള വില്യൻ ഡെഫോയുടെ ആ ഒരു വെർഷൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായത്. ഈവൻ പുള്ളിക്കാരുടെ ആ ഒരു കോസ്റ്റ്യൂം ഒരു ഹലോവിൻ കോസ്റ്റ്യൂം ആണെങ്കിൽ തന്നെ ആ ഒരു കോസ്റ്റ്യൂം ഭയങ്കര ക്ലാസിക്കുമാണ്, ഭയങ്കര ഐക്കോണിക്കും തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വില്യൻ ഡെഫോയിനകത്ത് തിരിച്ചു വരുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര തന്നെ എക്സൈറ്റഡ് ആണ്. ഓൾമോസ്റ്റ് 20 വർഷത്തിന് ശേഷമാണ് വില്യൻ ഡെഫോ ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് തിരിച്ചു വരുന്നത്. And like Jamie, I know Amy's history. She walked me through it, and then John, the director, kind of pitched the whole idea before I read a script, and it sounded like a lot of fun and a good solution. And then when we went deeper into it, I liked the idea that I was returning to something that was same but different. It's a return to something I did before with that kind of history, but there's a spin on it. And that appealed to me. കാരണം ഇതിനകത്ത് കൂടുതലും വില്യൻ ഡെഫോ എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാൻ ഈ ഒരു പടത്തിനകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്ന പിച്ചാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി പ്ലോട്ട് ലൈൻ്റെ ട്വിസ്റ്റ് തന്നെ. കാരണം ആ ഒരു ക്യാരക്ടർ നമ്മൾ സ്പൈഡർമാൻ ഫസ്റ്റ് ഫിലിമിന്റെ എൻഡിങ്ങിൽ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇവരെല്ലാം മരിക്കുന്നതിന് മുമ്പാണ് അവർ ഈ MCയുടെ ടൈം ലൈനിലേക്ക് അവർ പുൾ ഓഫ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് ആക്ച്വലി വില്യൻ ഡെഫോ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് പുള്ളിക്കാരന് ആ ഒരു പ്ലോട്ട് ലൈൻ ഭയങ്കര രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ. For me, it's just about the money. ഈ ഒരു ഫുൾ ഇന്റർവ്യൂക്കകത്ത് എനിക്കുണ്ടായിരുന്ന ഏറ്റവും ഫേവറേറ്റ് ലൈൻ തന്നെയായിരുന്നു ഇത്. കാരണം ആൽഫ്രഡ് മോലിനോ വൺ സൂപ്പർ തന്നെയാണ്. How 20 years since his grief. നേരത്തെ പറഞ്ഞ പോലെ 17 years, അതായത് 20 years 17 years കഴിഞ്ഞിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് തിരിച്ചു വരുന്നത്. It's like we've been waiting. But it's the material, the pitch was excellent. And to be honest, when the idea was first suggested, my first thought was, hang on, I'm 17 years older, I've got chins, I've got you know, I mean, what are they going to do? And then of course I suddenly realized, wait a minute, they've got the technology, this isn't going to be a problem. But it's been very nice to come back to something that has,
it's familiar, but at the same നേരത്തെ വില്യം ഡെഫോ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ റീസൺ തന്നെയാണ് ഇതിനകത്ത് ആൽഫ്രഡ് മൊലീനയും പറയുന്നത്. അതായത് തന്നെ പുള്ളിക്കാരൻ ഈ ഒരു പടത്തിന്റെ പിച്ചാണ് ഏറ്റവും കൂടുതൽ രീതി തന്നെ ഇഷ്ടപ്പെട്ടത്. അത് കൂടാതെ തന്നെ ഓൾമോസ്റ്റ് 17 വർഷത്തിന് ശേഷമാണ് ഡോക് ഓക്ടന്റെ ക്യാരക്ടർ പുള്ളിക്കാരൻ വീണ്ടും പ്ലേ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വയസ്സായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആ ഒരു റീസെന്റ് ടെക്നോളജിയും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി നമുക്ക് ഈസി ആയിട്ട് തന്നെ അറിയാൻ പറ്റും എത്രത്തോളം ലീപ്പ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ആൻഡ് അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി സ്പൈഡർമാൻ നോ വേ ഹോമിലും കണ്ടിട്ടുള്ളത്. അതായത് പുള്ളിക്കാരൻ ഡി ഏജിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരനെ ഈ ഒരു പടത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടി കൺവിൻസ് ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് ആൽഫ്രഡ് പറയുന്നത്. sound completely new because the technology has moved on phenomenally since in the last couple of decades, and so that's it's kind of still exciting. How did it feel to put the costume back on? Wow. You want to know the truth? Nobody knows how uncomfortable that costume is. എസ്പെഷ്യലി ഗ്രീൻ ഗോബ്ലിന്റെ കോസ്റ്റ്യൂം ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂം ആയിരുന്നു അത്. Good. We are actors. You forget about the discomfort, and now they scan me and they can design it and then make the costume and then try it on me. It's a huge leap in the technology, and they're more flexible. We can do more things with them. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ ഫിലിംസ് എല്ലാം നമ്മൾ നോക്കിയാൽ അവർ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ എഫക്ട്സ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കോസ്റ്റ്യൂം ഡിസൈനിങ് തന്നെയാണെങ്കിലും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ടെക്നോളജി എല്ലാം വളർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് തന്നെ പുള്ളിക്കാരൻ്റെ ആ ഒരു കോസ്റ്റ്യൂം സ്കാൻ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അത് തന്നെയാണ് വില്യം ഡെഫോ ഇതിനകത്തും പറഞ്ഞിട്ടുള്ളത്. Also, I don't know how much we want to fool with spoilers. Oh my God, spoilers! We love spoilers. Everybody loves spoilers. Norman and the Goblin are further down the line, and they have a few more tricks up their sleeve. Wow. So it's not an exact. There have been upgrades on the costume. അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. How about you? Yeah, well, the കാരണം എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രീൻ ഗോബ്ലിൻ ആ ഒരു മാസ്ക് എല്ലാം മാറ്റിയിട്ട് ഗോഗിൾസ് മാത്രം വെച്ചിട്ടുള്ള ഒരു ലുക്ക് നമ്മൾ ട്രെയിലറിനകത്ത് അവർ അത്രയ്ക്ക് നല്ല രീതിയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ഓൾറെഡി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 കോസ്റ്റ്യൂം എന്താണ് ഇനി ഗ്രീൻ ഗോബ്ലിന്റെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് മാസ്ക് വെച്ചിട്ടുള്ള ഒരു വെർഷൻ, അത് ഈ ഒരു പടത്തിന്റെ ആദ്യത്തെ പാർട്ടിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പടം പ്രോഗ്രസ് ആയി കഴിയുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗോഗിൾസ് ഉള്ളൊരു വെർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. The main difference between that film and this one is that the tentacles are all kind of CG. They'll all be superimposed on me at a later date, whereas in the original movie they were mechanical and I had them like, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതായത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പൈഡർമാൻ 2 ഫിലിം ഇറങ്ങിയത് ഓൾമോസ്റ്റ് 2004 ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ CG അത്രയ്ക്ക് ഇല്ലായിരുന്നു. CG ഉണ്ടായിരുന്നു, പക്ഷെ അവർ ഈ പറഞ്ഞിട്ടുള്ള ടെന്റക്കിൾസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്ന പ്രാക്ടിക്കൽ എഫക്ട്സിൽ കൂടി പപ്പറ്റിയേഴ്സിനെ വെച്ചിട്ട് തന്നെയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു ഫിലിം നോ വേ ഹോമിനകത്ത് അതവർ ഫുള്ളി CGI ആയിട്ടാണ് ചെയ്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ നേരത്തെ എൻഡ് ഗെയിമിനകത്തൊക്കെ ടോണി സ്റ്റാർക്കിന്റെ ആ ഒരു നാനോ ടെക് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മൊത്തം ഒരു CGI കൂടിയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡോക്ടർ ഒക്ടോപസിന്റെ ആ ഒരു ടെന്റക്കിൾസും അവർ CGI കൊണ്ട് തന്നെയാണ് മൊത്തം ചെയ്തിട്ടുള്ളത്. Attached to me, and we had puppeteers working them and stuff. So that's the big difference. But it's just a great story. It's a wonderful world to be. I hope. It's we're having. What do you love most about portraying a villain? Become villains almost reluctantly, almost in spite of themselves. An accident happens or some terrible tragedy, and it transforms them, and that's what makes them very playable. Because it's not just mustache twirling. There's some real depth to it, and that's what makes them interesting. I mean, സ്പൈഡർമാൻ 2 ആ ഒരു കാര്യം വളരെ സൂപ്പർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്യാരക്ടർ ഡെപ്ത് ജസ്റ്റ് വില്ലന് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ആക്ച്വലി ടോബി മെക്കോന്റെ സ്പൈഡർമാനെ വരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ക്യാരക്ടർ ഡെപ്ത്. കാരണം ആ ഒരു ഒറ്റൊരു പടത്തിൽ തന്നെയാണ് നമുക്ക് ആക്ച്വലി ഒരു പീറ്റർ പാർക്കറിന്റെയും അതുകൂടാതെ തന്നെ സ്പൈഡർമാന്റെയും 2 ക്യാരക്ടറിന്റെ ആ ഒരു പ്ലോട്ട് ലൈൻ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുള്ള ഒരു ഫിലിം. ആൻഡ് എൻ്റെ ഒരു ഫേവറേറ്റ് ഫിലിം കൂടി തന്നെയാണ് സ്പൈഡർമാൻ 2. Us as villains, we would just be functionaries. We would just be there to, get the plot going. But here we've got real storylines. We've got backs. They are real people. Yeah. And so, it's. Goblin has a case to state this. Okay. Yeah. He's trying to make his case. ഓക്കെ നിങ്ങൾ ജസ്റ്റ് ജെയ്മി ഫോക്സിനെയും അതുകൂടാതെ തന്നെ ആൽഫ്രഡിനെ ശ്രദ്ധിച്ചോ കേസായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റും. അതായത് വില്ലൻ ഡെഫോ കറന്റ്ലി സംസാരിച്ച് തുടങ്ങിയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. കാരണം നമുക്കറിയാം പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു പർപ്പസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. It's not just about some kind of abstract
muscle twirling, power grab. It's about. Are you suggesting I'm a psychotic diagram? Now look here, I'm classically trained. Which villain is the most terrifying? Wow, I mean, good question. It's crazy because, like I said, we've just been watching Willem, and it seems personal. It seems personal. Okay. Electro and us. It's to the world. The world did me wrong. But when ഞാൻ നേരത്തെ നമ്മുടെ ഇപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ അമേസിംഗ് സ്പൈഡർമാൻ 2 ഒരു ഫുൾ ഫ്ലെജ് എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഇലക്ട്രോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇലക്ട്രോ സത്യം പറഞ്ഞാൽ സ്പൈഡർമാൻ ആയിട്ടല്ല പുള്ളിക്കാരന് റൈവലറി ഉണ്ടായിരുന്നു. ആ ഒരു ടോട്ടൽ വേൾഡ് എങ്ങനെയാണ് ഇലക്ട്രോനെ ട്രീറ്റ് ചെയ്യുന്നത് അത് തന്നെയായിരുന്നു പുള്ളിക്കാരന് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ടായിരുന്ന ഒരു എലമെന്റ്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ജെയ്മി ഫോക്സും പറയുന്നത്. പക്ഷേ ഗ്രീൻ ഗോബ്ലിൻ, അതായത് വില്ലൻ ഡെഫോയുടെ ഗ്രീൻ ഗോബ്ലിൻ, ഇതിനകത്ത് കുറച്ചും കൂടി ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു വെൻഡാറ്റ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു റിവെഞ്ച് ഉണ്ട് പുള്ളിക്കാരനെ ചെയ്തു തീർക്കാൻ ബാക്കി. Something is personal, and that either that jealous thing, there's nothing that can beat that. No matter what costume you put on, no matter what you say. So when he speaks, he has the power, and I think you really. But I'm being honest. It'd be different if I was blowing. Like here's the thing. But if I was blowing, but if I was blowing smoke, he'd know. Oh my God! It's personal, and anytime you can get a character to be personal in a movie, it has the most weight. So. Of course. ഇതിനെക്കുറിച്ച് നമുക്ക് എന്താണെങ്കിലും സംസാരിച്ചേ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ജെയ്മി ഫോക്സ് വേറൊരു കാര്യമല്ല പുള്ളിക്കാരൻ മെയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന. ഫസ്റ്റ് ഫിലിമിനകത്ത് എങ്ങനെയാണ് ഗ്രീൻ ഗോബ്ലിൻ മരിച്ചിട്ടുണ്ടായിരുന്നത്? പീറ്റർ പാർക്കറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലൈഡർ യൂസ് ചെയ്യുമ്പോൾ അത് നേരെ സ്പൈഡർ സെൻസ് കൊണ്ടിട്ട് ടോബി അവിടുന്ന് ഫ്ലിപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഗ്ലൈഡർ വന്നിട്ടാണ് ഗ്രീൻ ഗോബ്ലിൻ മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി ഈ ഒരു പടത്തിനകത്ത് പേഴ്സണലായിട്ട് ഒരാൾക്കെതിരെ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലോട്ടിനകത്ത് ഗ്രീൻ ഗോബ്ലിൻ ഉണ്ടെങ്കിൽ തന്നെ അത് ആർക്കെതിരെ ആയിട്ടായിരിക്കും? എന്തായാലും ടോം ഹോളണ്ട് സ്പൈഡർമാനെ ജസ്റ്റ് ഇപ്പോൾ മീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. സോ അത് ഒബ്വിയസ്ലി ആരായിട്ടാണ്? ടോബി മെക്കിയുടെ സ്പൈഡർമാൻ ആയിട്ട് തന്നെയാണ്. ആൻഡ് ആ ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൺഫർമേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കറിയാം, കാരണം അത് അവർക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് സ്പോയിലേഴ്സ്. CXP is a fan event. Is there anything you would like to say to your Brazilian fans? Okay. Well, I mean, if I may speak purely for myself, I think there is, at some level, because we're professional people, there is some level where we don't want to let them down. You know, we want to give them something that is going to be worth their while. But course. The fact that a huge percentage of the audience are comic book fans who know this world, they love the detail, they love the kind of the inside baseball of it all. I think that's important to us as well, because you know we don't want to disappoint that side of the storytelling either. And so I think it's a sort of symbiotic relationship, really. You know, they give us. അത് ആക്ച്വലി വെനത്തിന്റെ റെഫറൻസ് അല്ല കേട്ടോ. പുള്ളിക്കാരൻ ആ ഒരു പറയുന്ന കാര്യത്തിനകത്ത് കുറച്ചും കൂടി ഒരു ഇതാക്കി പറഞ്ഞാണ് സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന്. Wants to give them what they want, and that's I can't say it's just so much fun. Whoa, thanks. സോ ഇത്രയും കാര്യങ്ങളാണ് തന്നെയാണ് നമുക്ക് ആക്ച്വലി പുതിയ വില്ലൻസ് പാനൽസിന്റെ ഈ ഒരു ഒഫീഷ്യൽ വീഡിയോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് കുറേയധികം പുതിയ ന്യൂസും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പുതിയ വില്ലന്മാരെ കുറിച്ചിട്ടുള്ള അവരുടെ ബാക്ക് സ്റ്റോറിയും അവർക്ക് എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലാകുന്ന കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായി. അത് കൂടാതെ തന്നെ നമുക്ക് കുറേയധികം കൂടുതൽ ഹിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ടോബിയും അതുകൂടാതെ തന്നെ ആൻഡ്രൂവിനെയും കുറിച്ചിട്ടുള്ളത് തന്നെ. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ, ഈ ഒരു പടം റിലീസായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ മറ്റൊരു ഹീറോസ് പാനൽ കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ടോം ഹോളണ്ട്, ടോബി മെക്യൂർ, ആൻഡ്രൂ ഗാർഫീൽഡ്, അവര് മൂന്നുപേരും കൂടി ഇരുന്ന് ഇതേപോലെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുവാണെങ്കിൽ അത് വേറെ ലെവലായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പടം ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ മാർവലിന്റെ അല്ലെങ്കിൽ സോണിയുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുമെന്നാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ആക്ച്വലി പുതിയ സ്പൈഡർമാൻ നോ വേ ഹോമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിന്റെ അവസാനത്തെ അപ്ഡേറ്റ് വീഡിയോ ആയിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്രിട്ടിക്കൽ റിവ്യൂ നമ്മൾ എന്താണെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ബിഫോർ യു വാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. കാരണം ഇനി പടം ഇറങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്ന തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു കാര്യം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. Punch it.